ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് ആതിര. ഞാനാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോർഷൻസിലേക്ക് കിടക്കാം. കാരണം നമ്മൾ പോർഷൻസ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലോജിക്സ് ആണ്, ദ ഫൗണ്ടേഷൻ ലോജിക്സ് ആൻഡ് പ്രൂഫ്സ്. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻസ്. പ്രൊപ്പോസിഷണൽ ലോജിക് എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ലോജിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമുക്കൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിയാൽ അതിൻ്റെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോജിക് എന്ന് പറഞ്ഞൊരു ലോജിക്ക് റൂൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡെഫിനേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രൊപ്പോസിഷണൽ ലോജിക് എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. അവർ ഡിസ്കഷൻ ബീങ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലോജിക് പ്രൊപ്പോസിഷൻസ്. അതായത് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, ഈ ലോജിക്കിൻ്റെ ബേസിക് എന്ന് പറയുന്നതാണ് പ്രൊപ്പോസിഷൻസ്. A proposition is a declarative sentence, that is a sentence that declares a fact that is either true or false but not both. അതായത് ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് ഒരു സെൻറ്റൻസ്, ഒരു ഫാക്റ്റ്, അതായത് ഒരു മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് ദാറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒന്നില്ല ആ സെൻറ്റൻസ് ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം, പക്ഷേ രണ്ടും അല്ലാതായിരിക്കണം. അങ്ങനത്തെ ഒരു സെൻറ്റൻസിനെയാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടുമൂന്ന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. വാഷിങ്ടൺ DC ഈസ് ദ ക്യാപിറ്റൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആൻഡ് സെക്കൻഡ് നോക്കിക്കേ, ടൊറൻറ്റോ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കാനഡ. തേർഡ് വൺ 1 + 1 = 2. ആൻഡ് ഫോർത്ത് വൺ 2 + 2 = 3. ഇതിനകത്ത് പ്രൊപ്പോസിഷൻ 1 and 3 എന്ന് പറയുന്നത് ട്രൂ ആണ്, 2 and 4 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് സെൻറ്റൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഈ 4 സെൻറ്റൻസുകളെയും നമുക്കൊരു പ്രൊപ്പോസിഷൻസ് ആണെന്ന് പറയാം. അതേസമയം എക്സാമ്പിൾ 2 നോക്കി. വാട്ട് ടൈം ഈസ് ഇറ്റ്? റീഡ് ദിസ് കെയർഫുള്ളി. x + 1 = 2 ആൻഡ് x + y = z. ഈ 4 സെൻറ്റൻസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, സെൻറ്റൻസ് 1 and 2 ആർ നോട്ട് പ്രൊപ്പോസിഷൻസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ നോട്ട് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. സെൻറ്റൻസ് 1ഉം 2, അതായത് എക്സാമ്പിൾ 2ലെ സെൻറ്റൻസ് 1ഉം 2ഉം പ്രൊപ്പോസിഷൻസ് അല്ല എന്നാണ് പറയുന്നത്. കാരണം അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ല. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ ആ സെൻറ്റൻസിന് ഒരു മീനിങ്ങോ എന്തെങ്കിലും ഒരു ഫാക്റ്റോ ഉണ്ടാവണം. പക്ഷെ നമ്മൾ എക്സാമ്പിൾ 2ൽ പറഞ്ഞിരിക്കുന്നത്, എക്സാമ്പിൾ 1 and 2ൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ടൈം ഈസ് ഇറ്റ്? റീഡ് ദിസ് കെയർഫുള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന 2 സെൻറ്റൻസ് ആണ്. അതിന് പ്രത്യേകിച്ച് ഫാക്റ്റോ മീനിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ പ്രൊപ്പോസിഷൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അടുത്തത് സെൻറ്റൻസ് 3 and 4. സെൻറ്റൻസ് 3 and 4 എന്താ? x + 1 = 2 ആൻഡ് x + y = z. അതിൻ്റെ പ്രത്യേകത എന്നാ? സെൻറ്റൻസ് 3 and 4 ആർ നോട്ട് പ്രൊപ്പോസിഷൻസ് ബിക്കോസ് ദേ ആർ നെയ്തർ ട്രൂ നോർ ഫോൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. അപ്പം പ്രൊപ്പോസിഷൻസ് അല്ലാത്തതിൻ്റെ 3-4 എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് എന്താണെന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് നമ്മളൊരു വേരിയബിൾ ഇട്ട് വിളിക്കുന്നു. അതായത് ഒന്നില്ല, നമ്മൾ ന്യൂമറിക്കൽ വേരിയബിൾസിന് ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യാറില്ല, XYZ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ ഈ പ്രൊപ്പോസിഷൻസിനെയും വേരിയബിൾ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അതിനെയാണ് പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ദ കൺവെൻഷണൽ ലെറ്റേഴ്സ് യൂസ്ഡ് ഫോർ പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് ആർ PQRS. PQRS എന്നിങ്ങനെ പറയുന്ന ലെറ്റേഴ്സ് വെച്ചാണ് കൂടുതലും അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് വാല്യൂ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. The truth value of a proposition is true, denoted by T, if it is a true proposition, and false, denoted by F, if it is a false proposition. അതായത് ഒരു പ്രൊപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂവിനെ T എന്ന് പറയുന്നു. T എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെയാണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂ. അതായത് ആ പ്രൊപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അതിനെയാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് F ആയിരിക്കും.
Okay. The area of logic that deals with proposition is called the propositional calculus or propositional logic. അതായത് ഈ പ്രൊപ്പോസിഷനെ ഡീൽ ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോസിഷൻസിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ആ ഒരു ഏരിയ ഓഫ് ലോജിക്കിനെ പറയുന്നതാണ് പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അടുത്ത ഡെഫിനിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡെഫിനിഷൻ 1, ലെറ്റ് പി ബി എ പ്രൊപ്പോസിഷൻ. പി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ. ദ നെഗേഷൻ ഓഫ് പി ഡിനോട്ടഡ് ബൈ നെഗേഷൻ പി. നൊട്ടേഷൻ അത് നിങ്ങൾ മറക്കരുത്. ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ആ നെഗേഷൻ പിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് പി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാണാതെ പഠിക്കേണ്ടതാണ്. അത് മറക്കാൻ പാടില്ല. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ആവശ്യം വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദ പ്രൊപ്പോസിഷൻ നെഗേഷൻ പി ഈസ് നോട്ട് പി. ഈ നെഗേഷൻ പിനെ നമ്മൾ ഇപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നെഗേഷൻ പി നമ്മൾ നോട്ട് പി എന്നാണ് വായിക്കുന്നത്. ദ ട്രൂത്ത് വാല്യൂ ഓഫ് നെഗേഷൻ പി ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് പി. അതായത് നെഗേഷൻ പിയുടെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് വാല്യൂയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്കതൊരു അടുത്ത എക്സാമ്പിൾ നോക്കാമേ. ഫൈൻഡ് ദ നെഗേഷൻ ഓഫ് ദ പ്രൊപ്പോസിഷൻ ടുഡേ ഈസ് ഫ്രൈഡേ. അതായത് ഇതിനകത്ത് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ടുഡേ ഈസ് ഫ്രൈഡേ എന്ന് പറഞ്ഞ സെൻറ്റൻസ് ആണ്. ആൻഡ് എക്സ്പ്രസ് ദിസ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്. ഇത് നമ്മളൊരു ഇതിൻ്റെ പ്രൊപ്പോസിഷൻ്റെ നെഗേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷിലാക്കുകയും വേണം. അപ്പം അതിൻ്റെ സൊല്യൂഷൻ നോക്കിക്കും. ഇതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ടുഡേ ഈസ് ഫ്രൈഡേ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ നെഗേഷൻ പിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് പി. അപ്പോൾ ഈ സെൻറ്റൻസ് വെച്ചിട്ട് വേണം ടുഡേ ഈസ് ഫ്രൈഡേയുടെ നെഗേഷൻ നമ്മൾ എഴുതാൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ടുഡേ ഈസ് ഫ്രൈഡേ. ദിസ് നെഗേഷൻ ക്യാൻ ബി മോർ സിംപ്ലി എക്സ്പ്രസ്ഡ് ബൈ. അതായത് അതിനെ സിമ്പിൾ ഇംഗ്ലീഷായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സിമ്പിൾ ഇംഗ്ലീഷായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ടുഡേ ഈസ് നോട്ട് ഫ്രൈഡേ എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇവിടെ ഇപ്പം നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞല്ലോ, ദ പ്രൊപ്പോസിഷൻ നെഗേഷൻ പി ഈസ് റെഡ് നോട്ട് പി. ആ ഒരു നോട്ട് പി എന്ന് പറഞ്ഞ സെൻറ്റൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ എക്സാമ്പിൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്ത ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. Find the negation of the proposition at least 10 inches of rain fell today in Miami and express this in simple English. അപ്പം ഈ ഒരു സെൻറ്റൻസിൻ്റെ നെഗേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ നെഗേഷൻ നോക്കി. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 10 inches ഓഫ് റെയിൻ ഫെൽ ടുഡേ ഇൻ മിയാമി. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാണ് അതിൻ്റെ നെഗേഷൻ എഴുതിയിരിക്കുന്നത്. ഏത് നെഗേഷൻ? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് പി. ദിസ് നെഗേഷൻ ക്യാൻ ബി മോർ സിംപ്ലി എക്സ്പ്രസ്ഡ് ബൈ. ഇനി അതിൻ്റെ സിംപിളർ ഫോം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 inches ഓഫ് റെയിൻ ഫെൽ ടുഡേ ഇൻ മിയാമി. അതാണ് നമ്മൾ അതൊന്നുകൂടെ സിംപിളറാക്കി ആ ഇംഗ്ലീഷ്. അത്രേ അതുകൊണ്ട് മീൻ ചെയ്യുന്നുള്ളൂ. ചിലപ്പോഴേ അത് അങ്ങനെയൊക്കെ എഴുതാൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞ ടേബിളുണ്ട്. ആ ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം? ട്രൂത്ത് ടേബിൾ. അതായത് ടേബിൾ 1 ഡിസ്പ്ലേസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ നെഗേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ ഓഫ് പി. ഈ ടേബിൾ 1 ശ്രദ്ധിച്ചു. ദിസ് ടേബിൾ ഹാസ് എ റോ ഫോർ ഈച്ച് ഓഫ് ദ 2 possible truth values of a proposition P. Each row shows the truth value of negation P corresponding to the truth value of P for this row. അതായത് ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് വാല്യൂസാണ് ടിയും എഫും. അതിൻ്റെ നെഗേഷൻ പി എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എഫും ടി. ഇങ്ങനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത്. ഈ ട്രൂത്ത് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഇങ്ങനെ ഇരിക്കും. അതായത് ദിസ് ടേബിൾ ഹാസ് എ റോ ഫോർ ഈച്ച് ഓഫ് ദ 2 possible truth values of proposition P. 2 റോ ഉണ്ട്.
ഈച്ച് റോ ഷോസ് ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് നെഗേഷൻ പി. ഓരോ റോയും നെഗേഷൻ പിയുടെ ട്രൂത്ത് വാല്യൂസ് ആണ് കാണിക്കുന്നത്, കറസ്പോണ്ടിങ് ടു ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് പി. അതായത് ഈ പിയുടെ ട്രൂത്ത് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗേഷൻ പിയുടെ ട്രൂത്ത് വാല്യൂസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഡെഫിനിഷൻ, ലെറ്റ് പി ആൻഡ് ക്യൂ ബി പ്രൊപ്പോസിഷൻസ്. ദ കൺജങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഡിനോട്ടഡ് ബൈ പി ആൻഡ് ക്യൂ. അത് നോട്ടേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദ കൺജങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതുണ്ടോ? പി ആൻഡ് ക്യൂ ഈസ് എ പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ. അതിനെ പി ആൻഡ് ക്യൂ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, ദ കൺജങ്ഷൻ പി ആൻഡ് ക്യൂ എന്നാണ് അതിനെ വായിക്കുന്നത്. The conjunction P and Q is true when both P and Q are true and is false otherwise. അതായത് ഈ കൺജങ്ഷൻ പി ആൻഡ് ക്യൂ ട്രൂ ആവുന്നത് എപ്പോഴാണ്? വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ. പിയും ക്യൂവും രണ്ടും ട്രൂ ആയാൽ കൺജങ്ഷൻ പി ആൻഡ് ക്യൂ ട്രൂ ആവും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അത് നമുക്ക് ആ ട്രൂത്ത് ടേബിൾ വെച്ച് പഠിക്കാം. ഇതിനകത്ത് ട്രൂത്ത് ടേബിൾ കണ്ടോ? This table has a row for each of the 4 possible combinations of truth values of P and Q. P and Qൻ്റെ ട്രൂത്ത് വാല്യൂസിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഈ 4 റോസിലും കാണിച്ചിരിക്കുന്നത്. The 4 rows correspond to the pair of truth values TT, TF, FT and FF. ഇത് ഈ പിയുടെയും ക്യൂവിൻ്റെയും 4 പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. അതായത് ടി ടി, ടി എഫ്, എഫ് ടി ആൻഡ് എഫ് എഫ്. There the first truth value in the pair is the truth value of P and the second truth value is the truth value of Q. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൻ്റെ പി കൺജങ്ഷൻ പി ആൻഡ് ക്യൂ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. പി ആൻഡ് ക്യൂവിൽ നമ്മൾ ആദ്യം ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു, ദ കൺജങ്ഷൻ പി ആൻഡ് ക്യൂ ഇസ് ട്രൂ വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ ആൻഡ് ഈസ് ഫോൾസ് അതർവൈസ്. അതായത് പിയും ക്യൂവും ട്രൂ ആയാൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആവുകയുള്ളൂ. അതർ കേസസിൽ ഇതെല്ലാം ഫോൾസ് ആയിരിക്കും. അതായത് ടി എഫിൻ്റെ കേസിലും എഫ് ടിയുടെ കേസിലും എഫ് എഫിൻ്റെ കേസിലും അത് ഫോൾസ് ആയിരിക്കും. പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആവുകയുള്ളൂ. അത് അതിൻ്റെ ഡെഫിനിഷനാണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഈ ഡെഫിനിഷൻസ് എല്ലാം പഠിച്ചേ പറ്റുള്ളൂ. അടുത്തത് ഈ കൺജങ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ കൺജങ്ഷൻ ഓഫ് ദ പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ വെയർ പി ഈസ് ദ പ്രൊപ്പോസിഷൻ ടുഡേ ഈസ് ഫ്രൈഡേ. പി എന്താ തന്നിരിക്കുന്നത്? ടുഡേ ഈസ് ഫ്രൈഡേ. ആൻഡ് ക്യൂ ഈസ് ദ പ്രൊപ്പോസിഷൻ ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. ദ കൺജങ്ഷൻ ഓഫ് ദീസ് പ്രൊപ്പോസിഷൻ, അതായത് പി ആൻഡ് ക്യൂ ഈസ് ദ പ്രൊപ്പോസിഷൻ ടുഡേ ഈസ് ഫ്രൈഡേ ആൻഡ് ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. അതായത് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ക്യൂവിനെയും ഒരു ആൻഡ് സിമ്പിൾ വെച്ചിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അതാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. ദ കൺജങ്ഷൻ of these proposition P and Q is the proposition today is Friday and അതായത് P and it is raining today Q. അതാണ് ഇവിടെ P and Q എന്ന രീതിയിൽ അവർ എഴുതിയിരിക്കുന്നത്. This proposition is true on rainy Fridays and is false on any day that it is not a Friday and on Fridays when it does not rain. അതായത് അവർ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് ഈ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ദിസ് പ്രൊപ്പോസിഷൻ ഈസ് ട്രൂ ഓൺ റെയിനി ഫ്രൈഡേയ്സ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടുഡേ ഈസ് ഫ്രൈഡേ. ഈ പ്രൊപ്പോസിഷൻ ട്രൂ ആവുന്ന എപ്പോഴാണ്? ഓൺലി ഓൺ റെയിനി ഫ്രൈഡേയ്സ് ആൻഡ് ഈസ് ഫോൾസ് ഓൺ എനി ഡേ ദാറ്റ് ഈസ് നോട്ട് ഫ്രൈഡേ. ഫ്രൈഡേ അല്ലാത്ത ബാക്കി എല്ലാ ദിവസവും അത് ഫോൾസ് ആണെന്ന്. ഈ ട്രൂത്ത് ടേബിൾ വെച്ചാണ് അവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് P and Q be propositions. The disjunction of P and Q. ആദ്യം നമ്മൾ കൺജങ്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി the disjunction of P and Q denoted by P or Q. ഇതിനെ P or Q എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്.
the disjunction P or Q is false when both P and Q are false and is true otherwise. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ആദ്യം പറഞ്ഞത് കൺജങ്ഷനാണ്, പിന്നെ പറയുന്നത് ഡിസ്ജങ്ഷൻ. കൺജങ്ഷനിൽ P ആൻഡ് Q, ഡിസ്ജങ്ഷനിൽ P ഓർ Q ആണ്. കൺജങ്ഷനിൽ Pയും Qയും രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ P ആൻഡ് Q ട്രൂ ആവുകയുള്ളൂ, ബാക്കിയെല്ലാം ഫോൾസ് ആവും. ഇതിൽ പറയുന്നത് P or Q is false when both P and Q are false. Pയും Qയും ഫോൾസ് ആണെങ്കിൽ മാത്രമേ P or Q ഫോൾസ് ആവുകയുള്ളൂ, ബാക്കി എല്ലാ കണ്ടീഷൻസിലും അത് ട്രൂ ആയിരിക്കും. ഓക്കെ, അത് ഈ ട്രൂത്ത് ടേബിൾ വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. What is the disjunction of the proposition P and Q where P and Q are the same propositions as in example 5? അതായത് എക്സാമ്പിൾ 5 നമ്മൾ പറഞ്ഞത് ടുഡേ ഈസ് ഫ്രൈഡേ ആണ് P, Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ജങ്ഷൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ടുഡേ ഈസ് ഫ്രൈഡേ ഓർ ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. നമ്മൾ മറ്റിടത്ത് കൺജങ്ഷൻ്റെ അവിടെ ആൻഡും ഇവിടെ ഡിസ്ജങ്ഷനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഓറും ചേർത്തു. ദിസ് പ്രൊപ്പോസിഷൻ ഈസ് ട്രൂ ഓൺ എനി ഡേ ദാറ്റ് ഈസ് എയ്തർ എ ഫ്രൈഡേ ഓർ എ റെയിനി ഡേ including rainy Friday. It is also false on days that are not Friday when it also does not rain. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ആണ് പഠിച്ചത്. അതായത് പ്രൊപ്പോസിഷൻസ് എന്താണെന്നും നമ്മൾ നെഗേഷൻ പഠിച്ചു, പിന്നെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് പഠിച്ചു, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഓക്കെ.